ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണ നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണം. എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേതാഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. ആരാച്ചാര്? മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, കാര്യം ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കുക. അതേ ഷൺമുഖം, നന്ദി കടല്ലേ അവള് കാണിച്ചത്? അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണു പോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതേ ഷൺമുഖ, ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവപ്പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ, ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടുകെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെപ്പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, കയറി ഉടനെ തല്ലിടണം. കാല് രണ്ടും വെട്ടിക്കളയാം. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം. അത്രയല്ലേ വേണ്ടു? ഫലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടുന്നു. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. എന്താ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട, ഓട്ടെ. വണ്ടി എടുക്ക. വരണ്ടോ? ഞാൻ വരണ്ടോന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ട് വളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാ. സാറിന്റെ കൈയും കാലും മറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. 3 ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ, പട്ടാളം പോയിട്ടില്ല. പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. ആരാടിയാ നിൽക്കുന്നത്? എന്തൊരു സ്റ്റൈല്, സിനിമ നടന്മാരുടെ സ്റ്റൈലുണ്ടല്ലോ. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിന്നാക്ക് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ
ഞാനിത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. அந்த ரமணாவை போட்டு அடிச்சிருக்கான். வந்துட்டானே. அந்த ரமணா யார் ஆளு தெரியுமா? யார் ஆளா இருந்தா என்ன? அவன் என்ன பண்ணான்னு கேளு. சொல்ற, ரமணன் கிட்ட பணம் வாங்கியிருக்கான். மாசம் மாசம் தவணை கட்டணும். இந்த மாசம் கட்ட முடியல. என்ன கட்ட முடியல? சொல்ற. பணம் எல்லாம் ஆஸ்பத்திரிக்கும் வைத்தியத்துக்குமே செலவாயிடுச்சு. அதுக்கு அந்த ரமணன் என்ன சொன்னா? சொல்றா. நீ பணம் கட்டாட்டி பரவாயில்ல. മുമ്പിൽ ഒരു പാര വന്നു. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനേ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം